ഇങ്ങനെ നമ്മൾ ചീനച്ചട്ടി വെച്ചു. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ അതുപോലെ കേട്ടോ, വെളിച്ചെണ്ണ ഓയിലാണെന്ന് വെച്ചാൽ അതുപോലെ. ഞങ്ങളിവിടെ വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇതുപോലെ സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ടാവും, അതെടുത്തിട്ടിടുക. അതൊന്ന് ചൂടായി വരണ വരെ വെയിറ്റ് ചെയ്യുക. അതൊന്ന് വഴണ്ടി വരണം. അത് വഴണ്ടി വരിക പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വഴറ്റുക. എന്നിട്ട് വേണം അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇടാനായിട്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കാച്ചുന്നതാണ്. വളരെ നല്ല ടേസ്റ്റാണ്. നമുക്ക് നല്ല ചുടുചോറൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ ചെയ്യുക. ഇതിലോട്ട് ഇതാട്ടോ, ഇത്രയും ഉപ്പ് ഇട്ടു. പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് എത്ര വെച്ചാൽ അത്ര ഇടാം. വേഗം നമുക്ക് കറിയാക്കാനും പറ്റും, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചോറിനെ കൂടെ നല്ല പരത്തി കഴിക്കാനായിട്ട് നല്ലൊരു മെഴുക്ക് പുരട്ടിയാണ്. ഇപ്പം നമ്മൾ ചെയ്യണത് വളരെ കുറച്ച് നമ്മുടെ എരിവിനനുസരിച്ചിട്ടാണ്. ഞങ്ങൾക്ക് വളരെ കുറച്ച് എരിവായതുകൊണ്ടാണ് കുറച്ച് മുളക് പൊടി ഇടുന്നത്. ഞങ്ങൾക്ക് അധികം എരിവ് പറ്റില്ല. വളരെ കുറച്ച് മുളക് പൊടി ഇടുക. പിന്നെ മഞ്ഞൾപ്പൊടി ഇടണം. ഇതൊന്നും ഇങ്ങനെ ഒന്ന് വഴറ്റി വെച്ചതിന് ശേഷം പിന്നെ ഇങ്ങനെ കുറച്ച് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അതാണ് ഈ കളറായിട്ടിരിക്കുന്നത് തോന്നുന്നുണ്ടാവും. ഇത് ഇത്രയും മഞ്ഞൾപ്പൊടി ഇടുക. അതൊരു നമുക്കതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിഷാംശം ഉണ്ടെങ്കിൽ പോകാന്നുള്ള ഉദ്ദേശത്തിലാണ്. വാങ്ങിക്കണം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട കണക്ക് തന്നെ. ഇതിപ്പോൾ ഇവിടെ പൊടിച്ചതായതുകൊണ്ട് ഇത്ര ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. തൊട്ട് നമ്മൾ ഇങ്ങനെ കഴുകി വാരി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് മൂടി വെച്ച് വേവിക്കുക. അതിൽ കിടന്ന് വരണ്ട് വരുമ്പോൾ, അതായത് വെന്ത് വരുമ്പോഴത്തേക്കും അതിലൊക്കെ ഉപ്പും മുളകൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് കാണാം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ മൂടി വെക്കാം കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ തുറന്ന് നോക്കാം. വളരെ സിമ്മായിൽ നമ്മളിങ്ങനെ അത് വെക്കുമ്പോൾ വളരെ സിമ്മിൽ ഏറ്റവും കുറഞ്ഞ തീ ഏതാണെന്ന് വെച്ചാൽ അതിൽ വെക്കാം കേട്ടോ.